ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പ്രെഡാണ് കേട്ടോ. ലാസ്റ്റ് ടൈം ഞാൻ ന്യൂട്രലയുടെ ഒരു ചോക്ലേറ്റ് സ്പ്രെഡായിരുന്നു മേടിച്ചത് 219ൻ്റെ. പക്ഷേ 3 കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നമുക്കത് പെട്ടെന്ന് തീർന്നു, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ആമസോണിൽ 649 റുപ്പീസിന് 5 പാക്കറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് കണ്ടത്. അപ്പോൾ ലവ് വിറ്റിൻ്റെ ആയിരുന്നു. ലവ് വിറ്റിൻ്റെ സാധാ ചോക്ലേറ്റ് സ്പ്രെഡ് ഞാൻ മേടിച്ചിട്ടുണ്ട് 500-ന് 5 എണ്ണം അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഓഫർ. ഇത് ബദാമും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇതിന് റേറ്റ് കൂടുതൽ. 645 രൂപയായിരുന്നു ഞാൻ മേടിച്ചപ്പോൾ. 635 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ്. അപ്പോൾ ഞാൻ തുറന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പുറത്ത് താങ്ക് യു ഫോർ പർച്ചേസിങ് അവർ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് എന്നൊക്കെ ഒരു കാർഡ് കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായിരിക്കും സംഭവം. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ അവർ താങ്ക് യു ഫോർ പർച്ചേസിങ് ലവ് ഇറ്റ് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാർഡൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല സെറ്റപ്പൊക്കെ ആയിരുന്നു. പിന്നെ അവരുടെ പാക്കേജിങ് അടിപൊളിയായിരുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ ബബിൾ പാക്കിങ്ങിനൊക്കെ വെച്ചിട്ടായിരുന്നു അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ലവ് ഇറ്റിൻ്റെ ലാസ്റ്റ് ടൈം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിൽ 200 രൂപയുടെ നല്ലതായിരുന്നു. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഓർഡർ ചെയ്തത്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചീറ്റിംഗ് ആയിപ്പോൾ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഒരു ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും സാധാ ലവ് ഇറ്റിൻ്റെ ചോക്ലേറ്റ് സ്പ്രെഡ് നമ്മൾ മേടിക്കത്തില്ലേ, ഒരു 100 രൂപ പോലും വാല്യൂ ഇല്ലാത്ത ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ ഇരുന്നേ. പക്ഷേ അതിൻ്റെ പാക്കിൻ്റെ സ്റ്റിക്കർ മാത്രമാണ് ഇവർ മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിന് മുന്നേ ഞാൻ ബദാമിൻ്റെ തന്നെ ഇവരുടെ തന്നെ കമ്പനിയിൽ നിന്ന് മേടിച്ചപ്പം ഇത്രയും കൂടെ വലിയ ബോട്ടിലുമായിരുന്നു, അതുപോലെ നല്ല ടേസ്റ്റിയുമായിരുന്നു. ഇതിൻ്റെ പ്രൈസ് ഇവർ എഴുതിയിരിക്കുന്ന 325 രൂപയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാ പാക്കറ്റും എടുത്ത് ആ കവറിൽ നിന്ന് പൊട്ടിച്ച് പുറത്തായിട്ട് വെച്ചു. അപ്പോൾ ഏതെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഒന്നും തന്നെ പൊട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചില്ലിൻ്റെ കുപ്പിയെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ഇതിന് മുന്നേ മേടിച്ച പ്ലാസ്റ്റിക് കുപ്പി നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. പക്ഷേ ഈ പ്ലാസ്റ്റിക് കുപ്പി ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ തന്നെ ഞെങ്ങുന്നുണ്ട്. പക്ഷേ സീൽഡ് ബോട്ടിലായിരുന്നു കേട്ടോ, ഒരെണ്ണം പോലും ഓപ്പൺ ആയിരുന്നില്ല. പാക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒരു ബോട്ടിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതിന് മുന്നായിട്ട് ഞാനിതെല്ലാം ഒന്ന് എടുത്ത് പുറത്തോട്ട് വെക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം എടുത്ത് പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 5 ബോട്ടിലാണുള്ളത്, നിങ്ങൾക്ക് കാണാം. അതായതിൻ്റെ ബില്ലുണ്ട് കേട്ടോ ഇവിടെ, നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. 639 രൂപ. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണം ഞാൻ പൊട്ടിക്കാൻ നോക്കുകയാണ്. കൈ കൊണ്ട് നോക്കിയിട്ട് എന്ത് ഇത് പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ കത്തി എടുത്ത് കട്ട് ചെയ്യാൻ നോക്കുന്നത്. അപ്പം ഒരു കയ്യിൽ ഫോണൊക്കെ വെച്ചിട്ടായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി കട്ട് ചെയ്തത്. എന്തായാലും ഞാനൊരു സ്പൂൺ ഇട്ടിട്ട് ഇത്തിരി എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പം അതിൻ്റെ അകത്ത് ഫുള്ള് എണ്ണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ കഴിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു അടപ്പെടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോർ ചെയ്ത് നോക്കിയപ്പോൾ ഇത്രയും എണ്ണ എനിക്ക് അതിനകത്തുനിന്ന് ഡയറക്റ്റ് ഒഴിക്കാനായിട്ട് പറ്റി. ഒരിക്കലും ന്യൂട്രലൊക്കെ പോലത്തെ ഒരു ബ്രാൻഡിൽ നിന്ന് മേടിക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരത്തില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരിക്കലും വിലക്കുറവ് നോക്കിയിട്ട് സാധനം മേടിക്കരുത്. അത് നല്ലൊരു കമ്പനിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ മേടിച്ചത്. അപ്പം എനിക്ക് പറ്റിയ അബദ്ധം ആർക്കും പറ്റരുത്. കണ്ട ഫുള്ള് എണ്ണയാണ്, വെജിറ്റബിൾ ഓയിൽ, നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്ന പോലെ സംഭവം പുറത്തായിട്ട് ഇങ്ങനെ ചാടി വരുന്നുണ്ട്. ഇത് എണ്ണയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പീസ് പേപ്പർ എടുത്തിട്ട് അതിനകത്ത് മുക്കി നോക്കിയപ്പോൾ തന്നെ അത് ഫുള്ള് നമ്മൾ വെള്ളത്തിൽ മുക്കുമ്പോൾ നനയണതും എണ്ണയിൽ മുക്കുമ്പോൾ നനയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അത് എണ്ണ പോലെ തന്നെ അതിനകത്ത് പാറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് എണ്ണ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ബാലൻസ് അടിയിൽ ചോക്ലേറ്റ് കട്ടായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഈ പൈസക്ക് ഞാൻ ചോക്ലേറ്റ് മേടിച്ചിട്ട് മെൽറ്റ് ചെയ്യുകയാണെന്നെങ്കിൽ ഇതിലും കൂടുതൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. എന്തായാലും എൻ്റെ കാശ് പോയി. ഒരെണ്ണം പൊട്ടിച്ചത് കാരണം ഇത് റിട്ടേൺ ചെയ്യാനും പറ്റത്തില്ല. ആമസോണിൽ ഏതായാലും തൽക്കാലം വിളിച്ച് കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.